നമസ്കാരം. ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് ഡിസംബർ 19 വ്യാഴം 2024 വാർത്തകളിലേക്ക്. അനധികൃത ഫ്ലക്സുകളും ബോർഡുകളും ചുരുങ്ങിയ സമയത്തിൽ നീക്കം ചെയ്ത സർക്കാരിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം. കോടതിയും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച ഈ കൂട്ടായ്മ ഇനിയും തുടർന്നാൽ നല്ല മാറ്റങ്ങളുണ്ടാകുമെന്നും കോടതി പറഞ്ഞു. അനധികൃത ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കുന്ന നടപടിയിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFIO അറിയിച്ചു. ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അഭിഭാഷകൻ പറഞ്ഞു. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO കോടതിയെ അറിയിച്ചു. കാലിത്തീറ്റ കുംഭകോണ കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്നും SFIOയുടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ജാമ്യത്തിലിറങ്ങിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യവ്യവസ്ഥകളിൽ ഇളവ്. കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ലെന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഇളവുകൾ പറയുന്നു. തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകി. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. വയനാട് കളക്ടർ DR മേഘശ്രീയുടെ ഫോട്ടോ DP ആക്കി വാട്സാപ്പിലൂടെ വ്യാജന്മാർ പലരോടും പണം ആവശ്യപ്പെട്ടതായി പരാതി. വ്യാജന്മാരെ കണ്ടെത്താനായി ജില്ലാ കളക്ടർ നേരിട്ട് തന്നെ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസെടുത്ത സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള നമ്പർ എന്നാണ് പോലീസ് അന്വേഷണത്തിലെ പ്രാഥമിക നിഗമനം. ADGP അജിത് കുമാർ DGPയുടെ കസേരയിൽ വരുമ്പോൾ നിലവിലെ DGPയുടെ യൂണിഫോമിന് പകരം കാക്കി ട്രൗസറും ദണ്ടും കൊടുക്കണമെന്ന് RSSന്റെ യൂണിഫോം നൽകണമെന്നും പരിഹസിച്ച് PV അൻവർ MLA. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് അജിത് കുമാറിൻ്റെ പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമെന്നും കേരളത്തിൽ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരു കാലത്തും പോലീസിൻ്റെ ഉന്നതങ്ങളിൽ ഇരുന്നിട്ടില്ലെന്നും അൻവർ വ്യക്തമാക്കി. കോഴിക്കോട് നന്മണ്ടയിൽ 4 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നന്മണ്ടയിലെ മരക്കാട്ടുമുക്കിലാണ് നായ നാട്ടുകാരെ ആക്രമിച്ചത്. പേവിഷബാധ സ്ഥിരീകരിച്ചാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നായയെ ചത്തനിലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കണ്ടെത്തിയിരുന്നു. കളമശ്ശേരി സഹകരണ മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരായി പ്രവേശിച്ച ഒരു ഡോക്ടറെയും 38 നഴ്സുമാരെയും സർക്കാർ സർവീസിൽ നിന്ന് സ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. 2024 ഡിസംബർ 15 ഇവരെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുത്തി ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. SLC ക്രിസ്മസ് പരീക്ഷയുടെ ഇന്നലത്തെ ചോദ്യപേപ്പറും ചോർന്ന ആരോപണവുമായി KSU. ഇന്നലെ നടന്ന SLC കെമിസ്ട്രി പരീക്ഷ ചോദ്യങ്ങൾ ഭൂരിഭാഗവും MS സൊല്യൂഷൻ പ്രവചിച്ച മേഖലയിൽ നിന്നാണ് KSUവിൻ്റെ ആരോപണം. 32 ചോദ്യങ്ങൾ വന്നത് ഇന്നലെ യൂട്യൂബ് ചാനലിൽ പരാമർശിച്ച മേഖലയിൽ നിന്നാണെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ആരോപിച്ചു. കണ്ണൂരിൽ വീണ്ടും MPOX സ്ഥിരീകരിച്ചു. പരിയാരത്ത് ചികിത്സയിലുണ്ടായിരുന്ന ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തലശ്ശേരി സ്വദേശിയുടെ രക്തസാമ്പിൾ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. MPOX രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലാ വനിതാ ശിശു ആശുപത്രിയിലെ പ്രസവ ചികിത്സയിലെ പിഴവ് കാരണം ഗുരുതര വൈകല്യങ്ങളോടെ നവജാത ശിശു ജനിച്ച സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കുഞ്ഞിൻ്റെ സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പൊതുജന സഹായത്തോടെ അത് ഏറ്റെടുക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടി KC വേണുഗോപാൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകി. ചികിത്സാ പിഴവിലൂടെ കുഞ്ഞിന് വൈകല്യമുണ്ടായതിന് പിന്നാലെ തുടർ ചികിത്സകൾ സൗജന്യമായി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്ന കുഞ്ഞിൻ്റെ തുടർ ചികിത്സയ്ക്ക് ഇടയാക്കിയ പണം ആശുപത്രി അധികൃതർ തിരിച്ചു നൽകി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പരിശോധനകൾക്കാണ് രക്ഷിതാക്കളിൽ നിന്ന് പണം ഈടാക്കിയത്. തുടർ ചികിത്സകൾ സൗജന്യമായി നൽകുമെന്ന് ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ് ലംഘിച്ചോടെ കുടുംബം സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പണം തിരികെ നൽകാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. KC വേണുഗോപാൽ MP അടക്കം വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സംസ്ഥാനത്തെ 8 നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. മട്ടന്നൂർ, ശ്രീകണ്ഠപുരം, പാനൂർ, കൊടുവള്ളി, പയ്യോളി, മുക്കം, ഫറൂഖ്, പട്ടാമ്പി നഗരസഭകളുടെ വിജ്ഞാപന ഉത്തരവാണ് റദ്ദാക്കിയത്. പടന്ന പഞ്ചായത്തിൻ്റെയും വിജ്ഞാപനം റദ്ദാക്കി. 2015 സെൻസസ് പ്രകാരം 2015 ഇവിടെ വാർഡ് വിഭജനം നടന്നിരുന്നു. വാർഡ് വിഭജനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. നടപടികൾ നിയമാനുസൃതവും സുതാര്യവുമെന്ന് മന്ത്രി MP രാജേഷ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ എല്ലാ നടപടികൾക്കും മേൽനോട്ടം വഹിക്കുന്നതെന്നും എല്ലാ കാലത്തും സ്വീകരിക്കുന്ന നടപടിക്രമമാണ് ഇപ്പോഴും സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി മാലിന്യങ്ങൾ തമിഴ്നാട്ടിൽ തള്ളുന്നതിൻ്റെ കേരളത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയ ഹരിത ട്രിബ്യൂണൽ. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ച വിഷയത്തിൽ ഹരിത ട്രിബ്യൂണൽ ചെന്നൈ ബെഞ്ച് കേസെടുക്കും. ആരോപണ വിധേയനായ അസിസ്റ്റന്റ് കമാൻഡിന് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ. SOGയിലെ അസിസ്റ്റന്റ് കമാൻഡ്
അജിത് കെ എസിനാണ് DGPയുടെ ബാൻഡ് ഓഫ് ഓണർ. 2021 പോലീസിൽ മികച്ച സേവനം നടത്തിയവർക്കുള്ള പട്ടികയിലാണ് ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയത്. ആരോപണങ്ങൾ വരുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നേരത്തെ പട്ടിക തയ്യാറാക്കിയതെന്നാണ് പോലീസ് ആസ്ഥാനത്തിൻ്റെ വിശദീകരണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെടുത്ത് ചേർത്ത് INTRV01 എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ്. വ്യവസായ വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് മാറ്റം. 5 സ്ഥാപനങ്ങളുടെ MDമാരെ മാറ്റി. യൂണിറ്റ് ഇലക്ട്രിക് MD ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ സഹോദരൻ വിനയകുമാറിനെ മാറ്റി പകരം പണ്ടമ്പുരത്തിൽ അനീഷ് ബാബുവിനാണ് നിയമനം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം KA ജയകുമാറിന് പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ KA ജയകുമാർ ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. കണ്ണൂർ ചക്കരക്കല്ലിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സൊസൈറ്റി കോടികളുടെ ക്രമക്കേട് കണ്ടെത്തി. 4 കോടിയോളം രൂപയുടെ തിരിമറിയാണ് ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാകാതെ പ്രതിസന്ധിയിലാണ് സ്ഥാപനം. ചെറിയ പാക്കറ്റിൽ വിൽക്കുന്ന വെളിച്ചെണ്ണയെ ഭക്ഷ്യ എണ്ണയായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി. ഇതോടെ ചെറിയ പാക്കിൽ വിൽക്കുന്ന വെളിച്ചെണ്ണയുടെ GST 5% ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിനാണ് ഈ ഉത്തരവ്. ലോക കേരള സഭയ്ക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നും ലോക കേരള സഭയേക്കാൾ ഫലപ്രദമായ പ്രവർത്തനം KMCC നടത്തുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നിലവിൽ വന്നിട്ട് വർഷങ്ങളായിട്ടും കാര്യമായ പ്രവർത്തനം നടത്താൻ ലോക കേരള സഭയ്ക്ക് ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതിയിലേക്കുള്ള നിയമനത്തിൽ തർക്കങ്ങളില്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP. സമവായത്തിലാണ് നടപടികൾ പൂർത്തിയായത്. കോൺഗ്രസിൻ്റെ സീറ്റിൽ ലീഗ് അവകാശം ഉന്നയിച്ച് ഭരണസമിതിയിലെത്തിയെന്ന ആക്ഷേപത്തോട് പ്രതികരിക്കുകയായിരുന്നു ET മുഹമ്മദ് ബഷീർ. ആദിവാസി ഭവനം റോഡിലൂടെ വലിച്ചടിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികളായ നബീൽ, വിഷ്ണു എന്നിവരെ പോലീസ് കോഴിക്കോട് നിന്ന് പിടികൂടി. ഇവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരം കേസ് ചുമത്തും. വധശ്രമ കുറ്റവും ചുമത്തും. കേസിൽ ഹർഷിദ്, അഫ്രാം എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷി വിദ്യാർത്ഥി ആക്രമിച്ച കേസിലെ പ്രതികളായ SFI പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം 6ാം സെഷൻ കോടതി തള്ളി. 1-ാം പ്രതി അമൽ, 2-ാം പ്രതി മിഥുൻ, 3-ാം പ്രതി അലൻ, 4-ാം പ്രതി വിധു എന്നീ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വിധി. നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ് വെച്ചുള്ള അപകടത്തിൽ ആലപ്പുഴ കൊല്ലപ്പള്ളിയിൽ 22 പേർക്ക് പരിക്കേറ്റു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ തൃശൂർ ആതിരപ്പള്ളിയിൽ കാടിനുള്ളിൽ വെച്ച് വെട്ടേറ്റ ദമ്പതിമാരിൽ ഭർത്താവ് മരണത്തിന് കീഴടങ്ങി. ജ്യേഷ്ഠനോടൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആനപ്പന്തം സ്വദേശി സത്യനും ഭാര്യ ഷീലയ്ക്കുമാണ് വെട്ടേറ്റത്. കൊലപാതകത്തിൽ സത്യൻ്റെ ജ്യേഷ്ഠനായ വെള്ളിക്കുളങ്ങര ശാസ്താപൂർവം നഗറിൽ ചന്ദ്രമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തിയാർജിച്ച ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറിൽ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് സമീപത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ 5 ദിവസം മഴ സാധ്യത തുടരും. കേരളത്തിൽ പൊതുവെ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ പ്രവചനമുണ്ട്. നാവികസേനയുടെ ബോട്ട് യാത്ര ബോട്ടിലിടിച്ച് മുംബൈയിൽ 13 മരണം. 110 യാത്രക്കാരായി എലഫന്റ് കേവിലേക്ക് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ ഒരാൾ നാവികസേന ഉദ്യോഗസ്ഥനാണ്. നാവികസേനയുടെ സ്പീഡ് ബോട്ട് നിയന്ത്രണം തെറ്റി വന്ന് യാത്ര ബോട്ടിലിടിക്കുകയായിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പരിശോധനയ്ക്കായുള്ള 21 അംഗങ്ങൾ ലോക്സഭയിൽ നിന്ന് 10 പേർ രാജ്യസഭയിൽ നിന്നുള്ള സംയുക്ത പാർലമെന്റ് സമിതി രൂപീകരിച്ചു. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ച ദിവസം ലോക്സഭയിൽ ഹാജരായിരുന്നവരിൽ BJPയിൽ നിന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ് തുടങ്ങിയവരും പ്രമുഖരും. ഹാജരായിരുന്ന 20 BJP അംഗങ്ങൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും ഉണ്ട്. ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമൽ ഖാലിദിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു ദില്ലി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച പരാതിയിൽ അല്ലു അർജുൻ ആരാധകർക്കെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ്. ഭരണഘടനാ ശില്പി PBR അംബേദ്കറിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവഹേളിച്ചെന്ന് പ്രതിപക്ഷ ആരോപണം. അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് ഇത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം ഇടം ലഭിക്കുമെന്നായിരുന്നു രാജ്യസഭയിൽ ഭരണഘടനയുടെ മഹത്തായ 75 വർഷങ്ങൾ ചർച്ചയ്ക്ക് മറുപടി പറയവേ അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത്. അംബേദ്കറെ അപമാനിച്ചെന്ന ആരോപണത്തെ തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.